പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചാണ്. ഇന്ത്യയെക്കുറിച്ചും നരേന്ദ്രമോദിയെക്കുറിച്ചുമൊക്കെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ 2 ഗവേഷകർ വിശദമായി പഠിച്ചപ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, 2014 ശേഷം ഇന്ത്യ വേണ്ടത്ര വികസനം നേടിയില്ല എന്നുള്ളതാണ്. അതിനായി പല സൂചകങ്ങളും അവർ പറയുന്നുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ കാര്യത്തിലും മറ്റ് സേവനങ്ങളുടെ കാര്യത്തിലും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലുമൊക്കെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെയുള്ള സൂചകങ്ങളെല്ലാം വെച്ചാണ് അവർ പറയുന്നത്. 2014 വരെ വച്ച ചില വികസന മാതൃകകൾ, വികസന രീതികളുണ്ടായിരുന്നു. ആ രീതികൾ തുടർന്നിരുന്നുവെങ്കിൽ ഇന്ത്യ ഇതിനേക്കാൾ വികസിച്ചേനെ എന്ന അഭിപ്രായമാണ് ആ ഗവേഷകർ പങ്കുവെക്കുന്നത്. മാത്രമല്ല, അതേ കാലഘട്ടത്തിൽ മറ്റ് രാജ്യങ്ങളുമായുള്ള താരതമ്യ പഠനവും അവർ നടത്തുന്നുണ്ട്. അപ്പോഴും ഇന്ത്യ വളരെ താഴെ നിൽക്കുന്നു എന്നുള്ള നിഗമനത്തിലാണ് ആ ഗവേഷണം എത്തിച്ചേർന്നിരിക്കുന്നത്. നജീംസ്, ഈ ഗവേഷണത്തിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായി അറിയുമായിരിക്കും. എങ്ങനെയാണ് ആ ഗവേഷണം ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നത്? രസകരമായൊരു പഠനമാണത്. അത് ശാസ്ത്രീയമായ പഠനം തന്നെയാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും എക്കണോമിക്സിൻ്റെയും ശാസ്ത്രീയ മാനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് അത് പഠിച്ചിട്ടുള്ളത്. രസകരമാണ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ആ പഠനം തുടങ്ങുന്നത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ടാണ്. ഞാൻ ഒരു ബയോളജിക്കൽ ബീയിങ് അല്ല എന്ന് അദ്ദേഹം 2014 പറയുന്നുണ്ടല്ലോ. എൻ്റെ ജന്മം ജൈവശാസ്ത്രപരമല്ല, ഭഗവാൻ എന്നെ അയച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അത് കോട്ട് ചെയ്തുകൊണ്ടാണ് പഠനം തുടങ്ങുന്നത്. അപ്പോൾ മോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം 2014 മുതൽ 2023 വരെയുള്ള ഇന്ത്യയുടെ സാമ്പത്തികവും ജനാധിപത്യപരവുമായ വളർച്ച അതെങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവർ സ്വീകരിക്കുന്ന ഒരു രീതി, മോദി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഒരു എക്കണോമിക് ട്രജക്ടറി എങ്ങനെയാവുമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എങ്ങനെയാണാവുമായിരുന്നു ആദ്യം പഠിക്കുന്നത്. അപ്പോൾ മോദി വന്നതുകൊണ്ട് ഇന്ത്യക്ക് വളർച്ച ഉണ്ടായോ അത് തളർച്ചയാണോ ഉണ്ടായത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ അതിനുവേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1983 മുതൽ 2014 വരെയുള്ള 30 വർഷത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് പരിശോധിക്കുന്നു. അപ്പോൾ സമാനമായ സാമ്പത്തിക വളർച്ചാ നിരക്ക് നേടിയ മറ്റ് വികസ്വര രാജ്യങ്ങൾ, അതായത് ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, എത്യോപ്യ, ഫിലിപ്പീൻസ്, ബ്രസീൽ, ഇങ്ങനെ 6 രാജ്യങ്ങൾ, ഏതാണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയോട് സാമ്യമുള്ള 6 രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അവരൊരു സിന്തറ്റിക് മോഡൽ ഉണ്ടാക്കുന്നു. 80 മുതൽ 2013 വരെ ഇന്ത്യയുടെ സമാനമായ വളർച്ചാ നിരക്കുള്ള 6 രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ഈ സിന്തറ്റിക് മോഡൽ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ 2014 മുതൽ 2023 വരെ ആ രാജ്യങ്ങളുടെ വളർച്ച എന്താണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അതായത് മോദി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റ് 6 രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്താണെന്ന് നോക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് ആ 6 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയുമായി മാച്ചാവുന്ന ചില എലമെൻറ്റ്സ് അവരെടുക്കുന്നു. അതിനൊരു അൽഗോരിതം അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അൽഗോരിത പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ മാച്ചുള്ളത് എത്യോപ്യയാണ്. എത്യോപ്യ എന്ന രാജ്യത്ത് ആണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഓരോ രാജ്യത്തിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം വളർച്ചാ നിരക്ക് എടുത്തുകൊണ്ട് ഒരു സിന്തറ്റിക് മോഡൽ രാജ്യം ഉണ്ടാക്കുകയാണ്. മോദി ഇല്ലാത്ത ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് മോഡൽ രാജ്യം ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ 2013 to 2023 അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് തികച്ചും സയൻറ്റിഫിക് ആയിട്ടൊരു പഠന രീതിയാണ്. അപ്പോൾ അവർ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മോദി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യക്കുണ്ടാകുന്ന വളർച്ചയേക്കാൾ 10% കുറവാണ്. വളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് പ്രതിശീർഷ വരുമാനത്തിലാണ്. ഈ രാജ്യങ്ങളിലെ പ്രതിശീർഷ വരുമാനം ഇത്ര ശതമാനം വർദ്ധിക്കുമ്പോൾ ഇന്ത്യക്ക് ഇത്ര ശതമാനം വർദ്ധിക്കാമായിരുന്നു. പക്ഷേ അതിനേക്കാൾ 10% കുറവ് പ്രതിശീർഷ വരുമാനമാണ് ഈ കഴിഞ്ഞ മോദി സമയത്ത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവർ ശാസ്ത്രീയമായി കണ്ടെത്തുന്നത്. അപ്പോൾ അതിനെ വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെയാണ് പഠനത്തെ അവർ തന്നെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ മോദിയാണോ ഇതിന് കാരണം എന്ന് അവർ വീണ്ടും പഠിക്കുകയാണ്. മോദിയുടെ എന്തെങ്കിലും പോളിസിയാണോ? ഇപ്പോൾ ഡീമോണിറ്റൈസേഷൻ, കോവിഡ്, ഇത് രണ്ടും ഇന്ത്യൻ എക്കണോമിയെ ബാധിച്ച 2 വിഷയങ്ങളാണല്ലോ, ഗുണപരമായോ ദോഷമായോ. അപ്പം അത്തരം വലിയ എർത്ത്ക്വേക്ക് ഇവൻറ്റ്സ്, ആ ഇവൻറ്റ്സ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് അവർ പരിശോധിക്കുന്നുണ്ട്. കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഈ വളർച്ച ഉണ്ടാവുമായിരുന്നു എന്ന് നോക്കുമ്പോൾ അങ്ങനെയില്ല. കോവിഡ് എല്ലായിടത്തും ബാധിച്ചിട്ടുണ്ട്, ഈ രാജ്യങ്ങളെല്ലാം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ കോവിഡ് അല്ല ഇതിൻ്റെ കാരണം. ഇനി അവർ ഡീമോണിറ്റൈസേഷൻ മാറ്റി വെച്ചിട്ട് ഇത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നോട്ട് നിരോധനം കൊണ്ട് സംഭവിച്ചതാണോ? അത് മോദി തന്നെ നടപ്പാക്കിയതാണെങ്കിൽ പോലും ഒരു എക്സ്റ്റേണൽ പ്രഷർ അതിൽ വന്നതുകൊണ്ട് അത് മാറ്റിവെച്ച് പഠിക്കുമ്പോഴും ഒരു മാറ്റവും അവർക്കുണ്ടാവുന്നില്ല. അതായത് ഈ 10% ഇടിവ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മോദിയുടെ പോളിസിയാണ് ഇത് എന്ന് കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്തു? അങ്ങനെ ഒരു ഏകപക്ഷീയമായ കണ്ടെത്തൽ നടത്തുന്നതിന് വരെ അവർ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. മോദിയാണ് 2001 മുതൽ 2014 വരെ ഭരിച്ചിരുന്നതെങ്കിൽ, അതായത്
2001 മോദി അധികാരത്തിൽ വന്ന് 2014 വരെ ഭരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുകൂടി അവർ പരിശോധിക്കുന്നുണ്ട്. അത് ഈ പോളിസി പ്രകാരം അല്ല, ഇത് ഒരു ഏകപക്ഷീയമായ പഠനത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശാസ്ത്രീയമാക്കാൻ വേണ്ടിയാണ്. ഇത് മോദിയാണ് ഇതിന് കാരണമെന്ന് ആണോ അല്ലയോ എന്ന് അവർ കണ്ടെത്തുകയാണ്. അപ്പോൾ മോദി 2014 അധികാരത്തിൽ വരുന്നത്, 2001 അധികാരത്തിൽ വന്നു, എന്നിട്ട് 2014 വരെ ഭരിച്ചു എന്ന് കരുതുക, 13 വർഷം. എന്നാൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് അവർ വിശകലനം ചെയ്യുന്നുണ്ട് ഇതേ ആൽഗോരിതം പ്രകാരം. അപ്പോൾ നോക്കുമ്പോഴും ഈ 2014 മുതൽ 2021 വരെയുള്ള അതേ എഫക്റ്റാണ് 2001 മുതൽ 2014 വരെ കാണുന്നത്. അപ്പോൾ അവരെത്തുന്നൊരു കൺക്ലൂഷൻ മോദിയുടെ പോളിസിയാണ് ഇതിന് കാരണം എന്നാണ്. ഇത് നമ്മുടെ എക്കണോമിക് ഇൻഡൈസസിനെ കുറിച്ചാണ്, നമ്മുടെ ഡെവലപ്മെൻറ്റ്, സമ്പദ്ഘടനയെക്കുറിച്ചാണ് അത് പറയുന്നത്. ഇത് കൂടാതെ അവർ രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തിന് എന്ത് മാറ്റം ഉണ്ടായെന്ന് കൂടി പരിശോധിക്കുന്നുണ്ട്. അതിൽ അവർ അടിസ്ഥാനമായിട്ട് എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാനകം എന്ന് പറയുന്നത് നമ്മൾ മുമ്പൊക്കെ വളരെ കൂടുതൽ ഉദ്ധരിക്കാറുള്ള ഈ VDEM എന്ന് പറയുന്ന ഏജൻസിയുടെ ഒരു ജനാധിപത്യ ഡെമോക്രാറ്റിക് ഇൻഡൈസസ് ആണ്. VDEM നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ളതാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ. കാരണം VDEMൻ്റെ ഇൻഡൈസസ് പ്രകാരം ഇന്ത്യ വളരെ പിറകിലാണ് എന്നൊക്കെ പലപ്പോഴും നമ്മൾ ഉദ്ധരിക്കാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവരുടെ മാനകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ പഠനം നടത്തുന്നത്. ജനാധിപത്യം, അതായത് ഇന്ത്യയിലെ മൾട്ടി പാർട്ടി ജനാധിപത്യം എത്രമാത്രം ശക്തമാണ്, ജുഡീഷ്യറിക്ക് എക്സിക്യൂട്ടീവിന് മേലും എക്സിക്യൂട്ടീവിന് ജുഡീഷ്യറി മേലുള്ള ഇൻഫ്ലുവൻസ് എത്ര ശക്തമാണ്, അത് പരസ്പരം പൂരകമാണോ അതല്ല പരസ്പരം ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ, നമ്മുടെ എന്താണ് പറയുക ലിബർട്ടി എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള മാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതേ പ്രശ്നമാണ്. അവർ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 1983 മുതൽ 2014 വരെയുള്ള 30 വർഷം അവർ പഠിക്കുന്നു. പിന്നെ മോദി ഇല്ലാത്ത സമയത്തെ, മോദി അവിടെ ഭരണാധികാരി ആക്കിക്കൊണ്ട് പഠിക്കുന്നു. ഇതൊക്കെ പഠിക്കുമ്പോഴും ഇതേ പ്രശ്നം തന്നെ കാണുകയാണ്. അപ്പോൾ മോദിയുടെ പോളിസികളാണ് ഇന്ത്യയെ ഈ രംഗങ്ങളിൽ, സാമ്പത്തിക രംഗത്തും ജനാധിപത്യ രംഗത്തും പിന്നോട്ടടിച്ചത് എന്നാണ് അവർ ഒരു ശാസ്ത്രീയ പഠനത്തിലൂടെ തെളിയിക്കുന്നത്. പക്ഷേ ഈ പഠന രീതിക്ക് ചില വിമർശനങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ സ്വീകരിച്ച രീതിക്ക് ചില വിമർശനങ്ങൾ വന്നേക്കാം എന്നവർ തന്നെ പറയുന്നുണ്ട്. അതിനവർ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നൊരു പ്രധാനപ്പെട്ട വിമർശനം, ഇന്ത്യ പോലെ 140 കോടി ജനസംഖ്യയുള്ള രാജ്യത്തെ എങ്ങനെയാണ് എത്യോപ്യ, ഫിലിപ്പീൻസ്, ബ്രസീൽ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുക എന്ന് അവർ തന്നെ ചോദിക്കുന്നുണ്ട്. അത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നേക്കാം. അതുപോലെ ചൈന ഇതിലൊരു ഇതാണ്, ഇവർ പഠിക്കാമെന്ന് നോക്കുന്ന സിന്തറ്റിക് മോഡലിൽ ചൈന ഒരു രാജ്യമാണ്. അപ്പോൾ ചൈനയും ഇന്ത്യയും എങ്ങനെയാണ് സാമ്പത്തിക വളർച്ച കാര്യത്തിൽ കമ്പയർ ചെയ്യുക, പഠിക്കാനാണെങ്കിൽ പോലും കമ്പയർ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ അവരതിന് പറയുന്നൊരു കാര്യം, ഇനിയിപ്പോൾ ചൈന മാറ്റിവെക്കുക, ഇപ്പോൾ എത്യോപ്യയും ചൈനയും മാറ്റി വെച്ചിട്ട് മറ്റ് രാജ്യങ്ങൾ വെച്ചിട്ട് പഠിക്കാം, അപ്പോഴും സെയിം റിസൾട്ടാണ് കിട്ടുന്നത്. എത്യോപ്യയും ചൈനയും വേണ്ട എന്ന് അവരതും വിശദീകരിക്കുന്നുണ്ട്. എത്യോപ്യയും ചൈനയും മാറ്റി വെച്ചിട്ട് നോക്കുന്നുണ്ട്, അപ്പോൾ ഇതേ റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ പ്രശ്നം പിന്നെ വീഡമിൻ്റെ ഒരു ജനാധിപത്യ മാനകങ്ങളുടെ ഒരു പ്രശ്നം, അവർ ഇപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ റാങ്കിങ് എത്രയാണെന്ന് അവർ തീരുമാനിക്കുന്നത് കുറേ അധികം ആളുകളുടെ സർവേ പ്രകാരമാണ്. 100-150 അക്കാഡമിക്സിൻ്റെ അവർ കൊടുക്കുന്ന മാർക്ക് അനുസരിച്ചാണ് അവർ രാജ്യങ്ങളെ റാങ്കിങ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റാങ്കിങ് ശാസ്ത്രീയമാണോ എന്ന് വിമർശനം ഉയർന്നേക്കാം. ആ വിമർശനം ഉയർന്നതാണ് ഇന്ത്യ തന്നെ VDEMനെതിരെ ഔദ്യോഗികമായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതിനെതിരെ പ്രസ്താവന ഇറക്കിയിരുന്നു. അപ്പോൾ ആ വിമർശനത്തെ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിനവർ അങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം VDEM എന്നുള്ളത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതേസമയം മറ്റേ ഏജൻസികളുടെ, ഇപ്പോൾ വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ IMF ഇവയുടെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പഠനങ്ങൾ വെച്ചിട്ട് ചെയ്തുകൂടെ എന്നുള്ള ചോദ്യത്തിന് അവർ അതിൽ കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. പക്ഷേ VDEMൻ്റെ തന്നെയാണ് അവർ മാനങ്ങളായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ പഠനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഡൊമസ്റ്റിക്കലി നമുക്ക് ഏറ്റവും പ്രധാനമുള്ള കാര്യമാകുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 12 വർഷം ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യ ഒന്ന് വിശ്വഗുരുവായി, ലോകത്തിന് വഴി കാണിക്കുന്ന വിശ്വഗുരുവായി മാറിയെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇന്ത്യയിൽ വലിയ തോതിൽ UPA കാലത്തേക്കാൾ വലിയ തോതിലുള്ള വികാസമുണ്ടായി. അതിന് കണക്കുകൾ പറയും. ഇത്ര കിലോമീറ്റർ അധികം റോഡുണ്ടാക്കി, ഇത്ര കിലോമീറ്ററിലധികം ഹൈവേ ഉണ്ടാക്കി, വിമാനത്താവളങ്ങൾ ധാരാളം ഉണ്ടാക്കി, റെയിൽവേ വികസനം നടന്നു, വന്ദേ ഭാരത് കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ ഇതാണ് പ്രധാനമായും പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ ശരിയാ മോദി കൊള്ളാം എന്ന് നമുക്ക് തോന്നുന്ന കുറേയധികം വികസനങ്ങളുണ്ടായി. ഏറ്റവും കൂടുതൽ ആളുകൾ ഉദ്ധരിക്കുന്നൊരു വികസനം എന്താണെന്ന് പറയുക, ഇപ്പോൾ മോദിയെ പറ്റി നല്ലത് പറയാൻ പറഞ്ഞ നൗഫില ആദ്യം പറയാൻ എന്തായിരിക്കും? ഞാൻ പറയാം, മോദി GPay കൊണ്ടുവന്നതായിരിക്കും, അല്ലേ? മോദി കൊണ്ടുവന്നൊരു നല്ല കാര്യം എന്ന് ചോദിച്ചാൽ ഡിമോണിറ്റൈസേഷൻ്റെ ഭാഗമാണല്ലോ. അല്ല, അതെന്തും ആയിക്കോട്ടെ, GPay ഒന്നുകൂടി നമുക്ക് ട്രാൻസാക്ഷൻ എളുപ്പമായല്ലോ. പക്ഷേ ഈ GPayക്ക് പോലും ഫൗണ്ടേഷൻ എടുത്തത് UPA സർക്കാരാണ്. അതിന് മുകളിലാണ് മോദി ഇത് കൊണ്ടുവന്നത്. ശരിയാണ്, 2008-ഓ 2009-ലോ UPA സർക്കാർ കൊണ്ടുവന്നൊരു കാര്യമാണത്. അപ്പോൾ നമ്മൾ ഇന്ന് രാജ്യത്ത് കാണുന്ന വളർച്ചയുണ്ടല്ലോ, അതായത് റെയിൽവേ രംഗത്താണെങ്കിലും ഹൈവേയുടെ രംഗത്താണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന ഈ വികസനം അതൊരു തുടർച്ചയാണ്. രാജ്യം മുന്നോട്ട് പോയി, രാജ്യത്തിൻ്റെ ഒരു വികസന ട്രജക്ടറി അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ ആ വികസനത്തിൻ്റെ വേഗം കുറയുകയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച കുറയുകയും ചെയ്തു എന്നാണ് ഈ പഠനത്തിലൂടെ ഈ ടെക്സാസ് ടെക് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിലൂടെ അവർ പറയുന്നത്.
അപ്പോൾ ഞാൻ നോക്കൂ, യു പി എ കാലത്ത് അതുണ്ടായിരുന്നില്ല, യു പി എ കാലത്ത് ഇതുണ്ടായിരുന്നില്ല. ഇപ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിലും 2029 തെരഞ്ഞെടുപ്പിലും മോദി അതായിരിക്കും പറയാൻ പോകുന്നത്. ഞാൻ ഈ ഇത്രയും 15 വർഷം കൊണ്ട് ഇന്ത്യയെ മാറ്റിയിരിക്കുന്നു എന്നൊക്കെ പറയാൻ പോകും. ഈ മാറ്റം മുമ്പേ സംഭവിക്കേണ്ടതും ഇതിലും കൂടുതൽ മുന്നോട്ട് പോകേണ്ടതുമായിരുന്നു എന്നാണ് ഈ പഠനം പറയുന്നത്. ഈ പഠനം പുറത്തു വരുന്ന ഈ സമയം കൂടി വളരെ പ്രധാനമാണ് നൗഫൽ, അതുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. കാരണം ഈ പറയുന്ന വികസന മോഡലിനെതിരെ ഈ നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ ജനരോഷം ഉയർന്നു വരുന്ന സമയത്താണ് ഈ പഠനം പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം. അത് ആ ഡാറ്റ അധികം, ഈ പറയുന്ന പഠനം അധികം മാധ്യമങ്ങൾ റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല. ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് വന്നിട്ടുമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ആജിം ഷോയിൽ അത് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിരുന്നു സാധനം, ഞാൻ അത് വായിച്ചു എന്നുള്ളതുകൊണ്ട്. അധികം മലയാള മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇന്ത്യയിലെ മാധ്യമങ്ങളും വളരെ കുറച്ചേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് പുറത്തു വരുന്ന ഈ സമയം വളരെ പ്രധാനമാണ്. കാരണം ഇനി വരാൻ പോകുന്ന ഡെമോക്രാറ്റിക് പ്രൊട്ടസ്റ്റുകളിൽ, ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഒരുപക്ഷെ മോദിക്കെതിരെ ഉന്നയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയൻറ്റിഫിക് ഫൈൻഡിംഗ് ആയി ഇത് ഉപയോഗപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ഇന്ത്യ അത് വൻ ശക്തിയാകാൻ പോകുന്നു എന്നാണ് ഇടയ്ക്കിടെ BJP അതോടൊപ്പം തന്നെ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പുറത്തുനിന്ന് വരുന്ന ഇത്തരം പഠനങ്ങളെ അത് വൈദേശിക ശക്തികളുടെ ഇന്ത്യക്കെതിരെയുള്ള ആയുധങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ആഹ്വാനങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിനിടയിൽ ഈ ശാസ്ത്രീയം എന്ന് അവകാശപ്പെടുന്ന ഈ പഠനം എത്രത്തോളം പ്രസക്തമായി മാറുന്നുണ്ട്? ഒരു കാര്യം കൂടി, ഇപ്പം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് അതിനെ തള്ളിപ്പറഞ്ഞ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. പക്ഷേ പിന്നീടാണ് മൻമോഹൻ സിംഗ് ചെയ്ത കാര്യങ്ങളാണ് ഇന്ത്യക്ക് ഗുണകരമായത് എന്നുള്ള അഭിപ്രായത്തിലേക്ക് രാജ്യത്തിൻ്റെ വലിയൊരു വിഭാഗം എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നത്? ഈ പഠനം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരായിട്ടുള്ള വിദേശ ഗൂഢാലോചനയാണെന്ന് BJP അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പറഞ്ഞാലും ഈ പഠനം റിലേറ്റ് ചെയ്യാൻ കഴിയുന്നവരല്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും. ഇന്ത്യ വികസിക്കുന്നു എന്നൊരു ഭരണകൂടം അവകാശപ്പെടുമ്പോൾ ആ വികസിക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ബെനിഫിഷ്യറി ആരായിരിക്കണം? അതിൻ്റെ ഡിവിഡൻഡ് കിട്ടുന്നത് സാധാരണ ജനത്തിനല്ലേ? അത് കിട്ടാത്തതുകൊണ്ടല്ലേ ഈ നാട്ടിൽ സമരങ്ങൾ ഉണ്ടാകുന്നത്, മനുഷ്യൻ്റെ അൺഹാപ്പിനെസ് കൂടുന്നത്, ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മൾ താഴേക്ക് പോകുന്നത്. ഇതിന് മുമ്പ് ഒരു വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് ഇന്ത്യ തിളങ്ങുന്നു എന്നൊരു വലിയ ക്യാമ്പയിൻ പ്രമോദ് മഹാജൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. ആ ക്യാമ്പയിൻ കണ്ടപ്പോൾ അപ്പുറത്തുണ്ടായിരുന്ന UPA-ക്കാർ പോലും വിചാരിച്ചു നമ്മൾ തോക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന്. പക്ഷേ തോറ്റത് BJP ആയിരുന്നു. അപ്രതീക്ഷിതമായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി വിജയിച്ചു. അത്യാവേശത്തോടെ സോണിയാഗാന്ധി വന്ന മാധ്യമങ്ങളെ കാണുന്നത് നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവർ പോലും വിചാരിച്ചില്ല. കാരണം എന്തായിരുന്നു? ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം മറ്റാർക്കും അനുഭവപ്പെട്ടില്ല. സോ ഈ പ്രശ്നം ഇവിടെയുണ്ട്. ഇന്ത്യ വികസിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ഇപ്പം BJPയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയാൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്ത്യയിൽ എന്തുമാത്രം റോഡുകൾ ഉണ്ടാക്കി, എന്തുമാത്രം പാലങ്ങൾ ഉണ്ടാക്കി, എന്തുമാത്രം അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടുവന്നു. ജനത്തിൻ്റെ ബൈയിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന സംഗതിയില്ല, വാങ്ങൽ ശേഷി. ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ വാങ്ങാനുള്ള പണം കയ്യിലുണ്ടായിരിക്കുക, പണിയെടുത്താൽ മാന്യമായ വേതനം കയ്യിൽ കിട്ടുക എന്ന് പറയുന്ന സംഗതി ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കിട്ടാത്ത മനുഷ്യന്മാർക്ക് വേഗത്തിൽ എവിടോ ഇരുന്ന് 2 സായിപ്പന്മാർ ഒരു പഠനം നടത്തിയിരിക്കുന്നു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച വേഗത്തിലല്ല എന്ന്. അപ്പോഴേ അത് വായിച്ചു പോലും നോക്കാതെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും യെസ് അത് ശരിയാണെന്ന് പറയും. മോദി തന്നെയും എത്ര തവണ പറഞ്ഞു. മോദി ഏതാണ്ട് എല്ലാ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങളിലും പ്രസംഗിക്കും. 2018 അദ്ദേഹം പറഞ്ഞു നമ്മൾ അടുത്ത 2-3 വർഷത്തിനകത്ത് നമ്മൾ 5 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറാൻ പോവുകയാണ് 2022 അതെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഏറ്റവും പുതിയ സർക്കാരിൻ്റെ കാലമായിട്ട് വന്നപ്പോഴും പറഞ്ഞു 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 5 ട്രില്യൺ എക്കണോമി ആയിട്ട് മാറാൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ 2026 കഴിഞ്ഞു, അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ IMF ഒക്കെ പറയുന്നത് ഇന്ത്യ ആഞ്ഞ് പിടിച്ചാൽ ഒരു പക്ഷേ 2030 ആകുമ്പോൾ ഇന്ത്യക്ക് 5 ട്രില്യണിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പം മോദിക്ക് തന്നെ അറിയാം 5 ട്രില്യണിലേക്ക് എത്തുക എന്നുള്ളതൊക്കെയാണ് മെച്ചം, ഒരു നേട്ടമെന്ന് ഇരിക്കെ ആ പ്രഖ്യാപനവും വാഗ്ദത്വവും നടത്തിയിട്ട് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? മോദി 2020 സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ രാജ്യത്തെ കർഷകരുടെ വരുമാനം ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അന്നും ഇരട്ടിയായിട്ടില്ല. 2026 നമ്മളെത്തി. അമൃത്കാലൊക്കെ കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ട് ഇപ്പോഴും അതിനകത്തൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് സാമ്പത്തികമായ വളർച്ച ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആദ്യത്തെ ഗുണഭോക്താവേണ്ട, മെച്ചമുണ്ടാവേണ്ട ഇന്ത്യയിലെ പൗരന്മാർക്ക് അത് ഉണ്ടാവുന്നില്ല എന്ന്, അവരുടെ സാമ്പത്തിക വളർച്ചയിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നിൽക്കെ ഈ പഠനങ്ങളെ റിലേറ്റ് ചെയ്യാൻ ഇന്ത്യക്കാർക്കാണ് ഏറ്റവും നന്നായിട്ട് പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത്. മോദിയെ സംബന്ധിച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും അറിയാം, ഇന്ത്യക്കാർക്കും അറിയാം. 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിദേശത്തേക്ക് പോയിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും ഇവിടെ ജോബിൻ്റെ തൊഴിലിൻ്റെ പറുദീസയാക്കാൻ പോകുന്നു. എല്ലാവരും ഇന്ത്യയിലേക്ക് മടങ്ങി വരും. ദുബൈയിലേക്കും അമേരിക്കയിലേക്കൊക്കെ പോയ മനുഷ്യർ ഇന്ത്യ എന്ന മോഹഭൂമിക കണ്ട് മടങ്ങി വരും അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അത് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടോ? അദ്ദേഹം ഇപ്പോഴും എന്തുകൊണ്ടാണ് ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ ഇരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ്? അദ്ദേഹം കൊടുത്ത വാഗ്ദാനങ്ങളിൽ 99.99% പാലിക്കാൻ പറ്റിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. നിങ്ങളല്ലേ പറഞ്ഞ 2 കോടി തൊഴിൽ തരാവുന്നത്, എവിടെയാണ് തൊഴിലെന്ന് ചോദിച്ചാൽ
റെയിൽവേയിൽ ഒഴിഞ്ഞു കിടക്കുന്ന 3 ലക്ഷം തൊഴിലുകൾ എന്തുകൊണ്ടാണ് മോദിജി നികത്താത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയുന്നതുകൊണ്ട് പറ്റുകയില്ല. നിങ്ങൾ എന്തിനാണ് ഈ സാമ്പത്തിക വിപ്ലവം എന്ന പേരിൽ നടപ്പിലാക്കിയിട്ടുള്ള നോട്ട് നിരോധനം എന്ന് പറയുന്ന പരിപാടി ഇന്ത്യയുടെ സമ്പദ്ഘടനയെ ആകെ തകർത്ത് കളഞ്ഞില്ലേ? ഇപ്പോഴും അതിൽ നിന്ന് ഇടത്തരം കച്ചവടക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ പറ്റില്ല. സോ ഇന്ത്യക്ക് എന്താണ് സമ്പദ് രംഗത്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പം കോർപ്പറേറ്റുകൾക്ക് 1.6 lakh crore കണ്ട് ഇളവ് കൊടുത്തത്. കോർപ്പറേറ്റുകൾ നമുക്ക് വലിയ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ നടത്താൻ പോവുകയാണ്, നമ്മുടെ ഇന്ത്യ ഭയങ്കര വളരാൻ പോവുകയാണ്, അവർക്ക് അത്രയും ടാക്സ് ഇളവ് കൊടുത്തു എന്നത് മാറ്റി നിർത്തിയാൽ ഇന്ത്യയിൽ ആ നിലയ്ക്കുള്ള FDI വന്നിട്ടില്ല, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ പിന്നെ കൊടുത്ത ടാക്സ് ഇളവ് ആർക്ക് വേണ്ടിയായിരുന്നു? ആരെ സഹായിക്കാനായിരുന്നു? ഗവൺമെൻറ് ഒരുപാട് നഷ്ടവും അതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇവിടെ വന്നിട്ടുമില്ല. കാർഷിക മേഖലയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തൊഴിൽ മേഖലയിൽ ജോബ്ലെസ് ഗ്രോത്താണ് ഇന്ത്യ തരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് എല്ലാ സ്റ്റഡീസും പറയുകയാണ്. തൊഴിലില്ലാത്ത ജനങ്ങൾ. അപ്പോൾ ഈ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം ഇവിടെ തന്നെ നിൽക്കുന്നു എന്നുകൊണ്ടും ആ അസ്വസ്ഥത നമ്മൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജന്തർ മന്ദിറിലുണ്ടായിട്ടുള്ള സമരം ധർമ്മേന്ദ്ര പ്രധാനമായിട്ടുള്ള സമരം മാത്രമല്ല, തൊഴിലില്ലാത്ത മനുഷ്യരുടെ, അരക്ഷിതരായ മനുഷ്യരുടെ, ജനാധിപത്യ പ്രക്രിയ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന മനുഷ്യരുടെ, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ, പ്രകാശനാവകാശം നിഷേധിക്കപ്പെടുന്ന മനുഷ്യരുടെ അവരുടെ പ്രൊട്ടസ്റ്റ് കൂടിയായിരുന്നു. ആ എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും വന്നുകൊണ്ടാണ് ആ സമരം വിജയിച്ചതെന്ന് കാണണം. സോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഹിൻഡൻബർഗിനെതിരെ നടത്തിയ പോലെ ഇതെല്ലാം തെറ്റായ റിപ്പോർട്ടുകൾ, ഇന്ത്യക്കെതിരായിട്ടുള്ള ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചാലും ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കോടാനുകൂടി വരുന്ന സമൂഹം ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ പറയാം.